നാളെ എന്താണ് ആമി നാളെ പ്രത്യേകത? വേൾഡ് ആന്റി ഡ്രഗ്സ് ഡേ ആണ്. സേ നോ ടു ഡ്രഗ്സ്. അതെ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലേക്ക് ആമി ഒരു ഡ്രോയിങ് ചെയ്യാണ് അല്ലേ? യെസ്. ഓക്കെ, സ്റ്റോപ്പ് ഡ്രഗ്സ് എന്നൊക്കെ പറയാം. ഇത് കണ്ണില്ലാത്ത ആളല്ല, ഇത് ഡ്രഗ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം അതിൻ്റെ എന്താ പറയുക, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കാണിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് അല്ല, നേരത്തെ ഇതൊന്നും യൂസ് ചെയ്യാത്ത ഒരു നല്ല ലൈഫും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എഫക്റ്റ് ആയ ലൈഫുമാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നുള്ള ലൈഫും ഇത് യൂസ് ചെയ്താൽ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് ആമി ചെയ്യുന്നത്. ആമി വരയ്ക്കാണ് കേട്ടോ. സ്കൂളൊക്കെ വിട്ടു വന്നിട്ട് നാളെ ലീവാണ്, പക്ഷെ മൺഡേ ആണ് ഇത് കൊടുക്കുന്നത്. മൺഡേ ആണ് ഇവരെ സ്കൂളിൽ അതിന്റെ പാപ്പുവിന്റെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഇനി ആമി വരച്ചോ? അവള് പഠിച്ചു. ഓക്കെ, ആമീന്റെ ഡ്രോയിങ് ഇതാ ഇത്രയായിട്ടുണ്ട് അല്ലേ ആമി? ഇനി ഇതിനൊക്കെ കളറും ചെയ്യണം അല്ലേ? നല്ല ഭംഗിയായിട്ട് കളർ ചെയ്യണം. ഇവിടെ എന്താ നമ്മളെ മെമ്മറി ലോസ് ആവും, പിന്നെ എന്തൊക്കെയാ അതിൽ പറഞ്ഞിട്ടുള്ള മെൻ്റൽ ഇൽനെസ് ഉണ്ടാവും, ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്താൽ അല്ലേ? പിന്നെ റൈപ്പാവും. അതെന്താണ് മരിച്ചു RIP മരിച്ചു പോകുന്നു. അതെ, ഡ്രഗ്സ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മളിപ്പം കൂടുതലായിട്ട് എന്താ കണ്ടുവരുന്നത്, സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾക്ക് മിഠായി ഒക്കെ ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്, ആരും പരിചയമില്ലാത്ത ആൾക്കാർ മിഠായി തന്നാൽ വാങ്ങിക്കാൻ പാടില്ല. അത് അങ്ങനൊന്നും ചെയ്യരുത്. അതെ അതെ, അപ്പം നമ്മളെപ്പോഴും അവയർനെസ് ഉണ്ടായിരിക്കണം നമുക്ക് ഡ്രഗ്സിനെ കുറിച്ച്, നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പം ആമി വരച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? ആമി ഡ്രോയിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കളർ ചെയ്തിട്ടില്ല അല്ലേ? ലാസ്റ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ മുന്നേ ഇങ്ങനെ പ്ലക്കാർഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡൊക്കെ എടുത്തതാ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആമിക്ക് ഞാനതൊന്നും ചെയ്തു കൊടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിലൊക്കെ ചെയ്യണേ. കാരണം ഇതാ ഇവിടെയൊക്കെ കത്തിയാക്കിയതുകൊണ്ടാണ്. എല്ലാം സ്വന്തം ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന പരിപാടി ഇല്ല കേട്ടോ. പണ്ടൊക്കെ ഞാനിങ്ങനെ ബോർഡർ വരയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഡ്രോയിങ് ഇതാ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ അവൾക്ക് എന്ത് ചെയ്യണം, പെയിൻറ് ചെയ്യണം നന്നായിട്ട്. പിന്നെ ഇതിലേക്ക് അതിനെ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യണം അല്ലേ? പാപ്പു എണീറ്റോടാ. അപ്പോൾ ഇതാണ് ആമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ സെക്ഷനായിട്ട് നമ്മളിങ്ങനെ കാണിച്ചാണ്. വെച്ച് നോക്കാം. പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് സ്കൂള് റാലിയിൽ കൊണ്ടുപോകാനാ. എന്തോ എനിക്ക് അതിൻ്റെ പേരൊക്കെ തന്നെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പം നീ ചെയ്തോ. എന്ത് സാധനം ഉണ്ടാക്കുന്നത്? അങ്ങനെ ഇന്നലെ രാത്രി ആമി നിർത്തി കേട്ടോ വരയ്ക്കലൊക്കെ. അപ്പം ഇനി കളർ ചെയ്യാനുള്ളത് പിറ്റേ ദിവസം രാവിലെ അല്ലേ ആമി ചെയ്യുന്നത്? ഇന്ന് നോമ്പൊക്കെ ഉള്ളതുകൊണ്ട് മുഹറം 10 നോമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോമ്പൊക്കെ എടുത്തിട്ടതാ ആമി ഇങ്ങനെ കളർ ചെയ്തുകൊണ്ടിരിക്കുക. പാപ്പുവിന് ഫുഡ് കഴിക്കണം അല്ലേ? അപ്പം ആമി അതിൻ്റെ പണിപ്പുരയിലാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ക്ഷീണമുണ്ടോ ആമി? ഓക്കെ, അങ്ങനെ ഒരു ചാർട്ടല്ല, നമ്മൾ പ്ലക്കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കിനുള്ള അവസ്ഥയാണ് കേട്ടോ അതവിടെ. ഇത് പാപ്പു ചെയ്തതാണ്, ആമീൻ്റെ അല്ല. പിന്നെ ആമി ഇതാ കുറേ കളേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാക്കിയല്ല, കൊളായിട്ടുണ്ട്. ഇതാണ് സ്കൂളിൽ ഒരു ആക്ടിവിറ്റി കഴിയുമ്പോഴേക്കിനും വീട്ടിൽ ശരിക്കും ഇങ്ങനെ ആവും കേട്ടോ. ഇപ്പം എല്ലാ ആഴ്ചയിലും ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റി വരലുണ്ട്. അപ്പം ആമി ഇതാ ടേബിളൊക്കെ മൊത്തം ഇനി ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. ആ ടാബ് താഴെ വിടലടാ. അപ്പം ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് പ്ലക്കാർഡ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ കേട്ടോ. അപ്പം ആദ്യം ഒന്ന് ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ ചെയ്യട്ടെ. എല്ലാ കളേഴ്സൊക്കെ കറക്റ്റ് ഓർഡറിൽ തന്നെ എടുത്ത് വെക്കട്ടോടാ. ഇതും പെൻസിൽസും കാര്യങ്ങളൊക്കെ. ഓക്കെ, രണ്ടുപേരും ഇവിടെ ക്ലീൻ ചെയ്യും.
ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ചെറിയ ചക്കനെ കാണുന്നത്. കാണാറുണ്ടെങ്കിലും ഇത് ഒരു കേടുമില്ലാതെ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ട് അല്ലേ? നോമ്പാണ്, അത് കഴിഞ്ഞിട്ട് കഴിക്കാം. നോക്കി നോക്കാം, ചിലപ്പോ നല്ലതായിരിക്കും, ചിലപ്പോ കേടായിരിക്കും. എന്തായാലും നമുക്ക് ആ എന്നാ പൊളിച്ചു നോക്കാം. എനിക്ക് വേണ്ട, അല്ല എനിക്ക് വേണ്ട ചക്ക. ഓ, പെയിന്റ് ചെയ്യായിട്ടാണോ ഈ ഡ്രസ് ഇട്ടത്? പെയിന്റ് ഉള്ള. നമുക്കിത് പൊളിച്ചു നോക്കാം. ഓക്കെ ഓക്കെ, പേടിയാവുന്ന വിളിക്ക്. നല്ല ഭംഗി ഉണ്ടാവും. ഇതിലൊന്നുമില്ലടാ, ഇതാണ് ചുള ഉണ്ടാവേണ്ട സ്ഥലം. സ്മെല്ലുണ്ടോ? ഇതിലൊന്നുമില്ല ബാബു. എന്താ അങ്ങനെ? അത് അത്ര പരുവാവാത്ത എന്തോ സംഭവമാണ്. ചക്കില്ല, കാരണം ഇവിടെയാണല്ലോ ഉണ്ടാവണ്ടേ, ഇത് അതിൻ്റെതല്ലേ. അപ്പൊ അത് ഫ്ലോപ്പ് നോമ്പായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഏതായാലും ഇങ്ങനത്തെ ഒരു കുഞ്ഞു, ഇതിൽ കുഞ്ഞു കുഞ്ഞു ചുളയിടണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. രസമുണ്ടോ? ചെറിയൊരു ടേസ്റ്റ് ഉണ്ടോ കഴിക്കാൻ? തിരിച്ച് മാങ്ങേന്റെ മണേ ഉള്ളൂ. മാങ്ങേന്റെ സ്മെല്ലാണോ? ഇതിന്റെ ഉള്ളിലൊന്നും അങ്ങനെ. കുട്ടിക്കാരെ ഇത് ഫ്ലോപ്പ് ആയിരിക്കുന്നു. നമുക്ക് എന്തായാലും കാണാൻ പറ്റിയ കാണാൻ പറ്റിയതായി. ഓക്കെ, എന്തോ ഒന്നുമില്ലടോ. കളഞ്ഞേക്ക്, ഇനി നമുക്ക് കിട്ടുമ്പോ നോക്കാം. യെസ്, നമ്മളെ വീട്ടിലല്ലല്ലോ, അപ്പുറത്തെ മരത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വീഴുന്നതാ. അവിടെ അപ്പുറത്ത് മരത്തുനിന്ന് ഇങ്ങനെ വീഴും ചെറിയ ചക്കകൾ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു കിളീനൊക്കെ ഞാൻ ഉണ്ടാക്കി. എവിടെ കാണിച്ച്? കോഴിക്കുട്ടി, കോഴിക്കുട്ടീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആമി. പിന്നെ അതാ ഒരു കുഞ്ഞു കിളിക്കൂടും കിട്ടി. ഇതിന്റെ ഒരു സ്റ്റോറി ഉണ്ടല്ലേ ആമി? ഇത് എഗ്ഗിന്റെ ഷെല്ലല്ല, മറ്റേ എഗ്ഗ് മേടിക്കുന്ന സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു കിളീനെ. നിൽക്കുന്ന ഒരു വേറെ കിളി. എന്നിട്ട് പിന്നെ ആമിക്ക് ഇന്ന് രാവിലെ പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു കൂട്. ഏതോ ഒരു കിളീന്റെ കൂട് താഴെ വീണ് കിടക്കണ്ടായിരുന്നു. ആമി അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 എണ്ണം എന്നും ഉണ്ടാക്കിയാണ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്ത. ആമിന്റെ റൂമിൽ കൊണ്ടുവെക്കാൻ വേണ്ടി. എന്റെ റൂമിൽ കുറേ ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ. അപ്പം ഇനി നമ്മൾ ഡ്രോയിങ് സ്കൂളിലേക്ക് വരച്ചത് ഒരു ദിവസമായിട്ട് വരച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. പോസ്റ്റ് കാർഡ്. അതെ, പ്ലക്കാർഡ്. അപ്പോൾ ഇതാണ് ആമി വരച്ചിട്ടുള്ളത്. സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, അപ്പുറത്ത് ഡ്രഗ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങൾ. ബാഡ് കമ്പനി, സെറ്റ് ഗോൾസ്, എന്താണ് ഡു സ്പോർട്സ് ഹോബീസ്, ടോക്ക് അബൌട്ട് സ്ട്രെസ്. പിന്നെ ഇവിടെ വരുന്നത് അഡിക്ഷൻ, ഹെൽത്ത് പ്രോബ്ലംസ്, മെന്റൽ ഇൽനെസ്, മെമ്മറി ലോസ്. പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇതൊന്നുമല്ല, ഇതിൻ്റെ മേലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മളെ പഠിക്കാൻ കഴിയാതെ ആവും, നമ്മളെ ഫാമിലിന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം വേണ്ടത് ഇതാണ്. നമ്മൾ അവോയ്ഡ് ചെയ്യാം. അതെ, ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിലേക്ക് പോകുന്ന ആരുണ്ടെങ്കിലും നമ്മൾ അറിയുകയാണെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതുപോലെ ചെയ്യാതിരിക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ആൻറ്റി ഡ്രഗ്സിൻ്റെ ഡേ അല്ലാത്ത ദിവസങ്ങളിലും എപ്പോഴും നമ്മൾ ആലോചിക്കും. ഇന്നലെ ആയിരുന്നു അല്ലേ? 26-ലായിരുന്നു. അപ്പം 26 നമ്മൾ ചെയ്തിട്ടുണ്ടായി. പിന്നെ മൺഡേ ആണ് ഇവരുടെ സ്കൂൾ ആക്ടിവിറ്റി വരുന്നത് അല്ലേ? അപ്പം നല്ല ഭംഗിയുണ്ട് വരച്ചത്. ഇത് കംപ്ലീറ്റ് ഞാൻ എൻ്റെ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. ഡ്രിങ്ക് ഡിഷ് അത് ഇതൊക്കെ. അതെ, അപ്പം ഇതാണ് ആമീൻ്റെ പോസ്റ്റ് ഇത് വരുന്നത്. പിന്നെ ഇതിന് മുന്നേ സ്കൂളിലേക്ക് വരച്ചിട്ടുണ്ടായിരുന്നു. അത് ടീച്ചേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, അത് കുറച്ച് ഭയങ്കര ചെറുതാണ്. അതാണ് ഞാൻ ചാർട്ടിൽ വെറുതെ വരച്ചുകൊണ്ടുപോയതാണ്. അപ്പൊ പ്ലക്കാർഡ് ആണ് വേണ്ടത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലക്കാർഡ്. അപ്പം ആമി അത് ചെയ്തു. ഞാൻ ഇനി അത് കാണിച്ചു തരാം. ഓക്കെ, ഇത് 3 ട്രിങ്കൻ ഡിഷാണ്. ഒന്നൊരു ഒരു വിൻറ്റേജ് തീമായിട്ടുള്ള ഒരു ഫോക്സിൻ്റെ ഒരു ട്രിങ്കൻ ഡിഷാണ്. 2 റാബിറ്റൊക്കെ ആയിട്ടുള്ളത്. ഇതൊരു പെൻഗ്വിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി പോലത്തെ ഒരു പിക്നിക് ട്രിങ്കൻ ഡിഷാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ക്യാറ്റ് ഉറങ്ങുന്ന പോലത്തെയാണ്. ഇത് ഒരു നമുക്ക് എല്ലാത്തിനും കുഞ്ഞു കുഞ്ഞു ജ്വല്ലറീസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ സ്മോൾ ട്രിങ്കൻ ഡിഷാണ് കേട്ടോ. അതേപോലെ ക്ലേ വെച്ചിട്ടല്ലേ എയർ ഡ്രൈ ക്ലേ അത് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. യെസ്. ഇനി ഇത് രണ്ടും നമ്മൾ മറ്റേ എന്തൊരു സാധനമല്ലേ ഈ സ്മെല്ല് വരുന്ന ഫ്രാഗ്രൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്ക്, അങ്ങനത്തെ സ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ 2 സാധനമാണ്. ഒരു പൂച്ച ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ബ്രെഡും പിന്നെ ഒരു പൂച്ച. ഇത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഒരു പെട്ടെന്ന് ചെയ്തപ്പോൾ ഗ്രേ ആയതാണ്.
പിന്നെ ഇതൊരു ജിഞ്ചർ ബ്രെഡ് ഹൗസ്. ഇവിടെ ഒരു ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട്, കാരണം ചിലതിലൊക്കെ വലിയ വലിയ ക്രാക്കൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത് പെൻഗ്വിന്. പിന്നെ ഇതെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാപ്പുന് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോടാ? നല്ലതാണോ? അപ്പം ഇതിൽ ഞാൻ ഓയിൽ പേസ്റ്റ്, സ്കെച്ച്, ഹിമി പെയിൻറ്റ് എല്ലാ കളേഴ്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ക്രയോൺസ്, പെൻസിൽ കളർ, അപ്പം എല്ലാ സംഭവങ്ങളും യൂസ് ചെയ്തിട്ട് അമ്മ വരച്ചിട്ടുള്ളതാണ്. അപ്പം ഇതൊക്കെ വീഡിയോ ഇതൊക്കെയായിരുന്നു എൻ്റെ ക്രിയേറ്റിവിറ്റി. ഒരാൾ എന്നോട് തെറ്റിയിരിക്കുകയാണ്, ക്ലയൻറ്റ് എന്തോ സാധനം എടുക്കാത്തൊരു പടക്കമാണ്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് ബായ് പറയാൻ. ഇന്ന് പിണങ്ങിയതുകൊണ്ട് ഞങ്ങൾ ബായ് പറയാൻ വരുന്നില്ല അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണാം. ഓക്കെ, ബൈ ബൈ ബൈ.